എല്ലാവർക്കും നമസ്കാരം. 9ാം ക്ലാസ്സിലെ ബയോളജിയുടെ 5ാമത്തെ ചാപ്റ്ററായ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന പാഠഭാഗത്തേക്ക് ഏവർക്കും സ്വാഗതം. ഫസ്റ്റ് പേജ് നമ്പർ 114. ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. കേരള ഹാസ് ദ ലോസ്റ്റ് മെറ്റേണൽ ആൻഡ് ചൈൽഡ് മൊർട്ടാലിറ്റി റേറ്റ്. Kerala has once again taken the lead in terms of maternal and child health. The state has recorded the lowest maternal and child mortality rate in the country. നമ്മുടെ മാതൃശിശു മരണനിരക്ക് ഏറ്റവും കുറഞ്ഞത് കേരളത്തിലാണ് എന്നുള്ള ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. വീണ്ടും നമ്മളതിന് മുന്നിലെത്തിയിരിക്കുകയാണ് കേരളമെന്നും രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ മാതൃശിശു മരണനിരക്കുള്ള സംസ്ഥാനവുമാണ് കേരളമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹാവ് യു നോട്ടീസ്ഡ് ദ ന്യൂസ്? What can be the reason for the decrease in the maternal and infant mortality rate in Kerala? അപ്പോൾ നിങ്ങൾ ഈ ന്യൂസ് കണ്ടില്ലേ? ഇതിൽ നിന്നും കേരളത്തിൽ ഈ ശിശുമരണ നിരക്ക് അല്ലെങ്കിൽ മാതൃമരണ നിരക്ക് വളരെ കുറവാണെന്ന് നമ്മൾ കണ്ടെത്തി. അപ്പോൾ ഇതിന് കാരണം എന്തായിരിക്കും എന്നറിയാവോ? ഇതാ നോക്കിയാൽ കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇവയാണ്. ഹൈ ലിറ്ററസി റേറ്റ് ഓഫ് വുമൺ. നമ്മുടെ സ്ത്രീ സാക്ഷരത അല്ലേ, വിദ്യാഭ്യാസ സാക്ഷരത സ്ത്രീകൾക്ക് കൂടുതലായിട്ടും ഇവിടെ കിട്ടുന്നുണ്ട്. സ്ത്രീകൾക്കെന്നല്ല, എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് നല്ല രീതിയിൽ ലിറ്ററസി കിട്ടുന്നത് കൊണ്ടാണ്, ഇവിടെ അറിവുള്ള കുട്ടികൾ ഉള്ളത് കൊണ്ടുകൂടാണ് ഈ മരണനിരക്ക് കുറഞ്ഞത്. സെക്കൻഡ് പോയിന്റ് ഈസ് ബെസ്റ്റ് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ സെൻറ്റേഴ്സ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? നമുക്ക് നല്ല മികച്ച മാതൃശിശു ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ അല്ലേ, ഹെൽത്ത് കെയർ സെൻറ്റേഴ്സ് ഒരുപാട് നല്ല രീതിയിലുള്ളത് ഇവിടെ ഉണ്ട്. അതൊന്ന് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തേത് ഹൈ ക്വാളിറ്റി പബ്ലിക് ഹെൽത്ത് പ്രോജക്റ്റുകൾ. നല്ല ഗുണമേന്മയുള്ള രീതിയിലുള്ള നമ്മൾ എങ്ങനെയാണ് ഹെൽത്ത് കെയറുകളാണ് അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് സെൻറ്റേഴ്സാണ് ഇവിടെ ഉള്ളത്. ഇനി എന്താണെന്നറിയാമോ? ഒരു പോയിന്റ്, ഗിവിങ് വാക്സിൻസ് അറ്റ് ദി റൈറ്റ് ടൈം. നമ്മൾ കറക്റ്റ് സമയത്ത് എന്ത് നൽകുന്നുണ്ട്? വാക്സിൻ. കുട്ടികൾക്ക് ഓരോ ജനിച്ച ഉടൻ തന്നെ കൊടുക്കേണ്ട വാക്സിനുകൾ, അമ്മമാർക്ക് കൊടുക്കേണ്ട വാക്സിനുകൾ, ഇതെല്ലാം കറക്റ്റ് ടൈമിൽ നമ്മൾ എടുക്കുന്നുണ്ട്. അതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ് എന്തിന്? ഈ ശിശു മരണനിരക്ക് വളരെ കുറവായി കേരളത്തിൽ കാണപ്പെടുന്നതിന്. ആക്സസ് ടു പ്രോപ്പർ ന്യൂട്രീഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ റെഡ്യൂസ് മെറ്റേണൽ ആൻഡ് ഇൻഫൻറ്റ് മൊർട്ടാലിറ്റി റേറ്റ്. നല്ല രീതിയിലുള്ള ശരിയായ പോഷകാഹാരവും വിദ്യാഭ്യാസവും ഒക്കെ തന്നെ നമ്മുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് ലഭിക്കുന്നത് കൊണ്ടാണ് ഈ മൊർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞിരിക്കുന്നത്. ദ സർവീസ് ഓഫ് ഹെൽത്ത് എക്സ്പെർട്ട് ഈസ് എസെൻഷ്യൽ ഫോർ ദ ഹെൽത്ത് ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് പോസ്റ്റ്പാർട്ടം. പ്രഗ്നൻസി സമയത്തും പോസ്റ്റ്പാർട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവാനന്തര സമയത്തും നല്ല ചൈൽഡ് എക്സ്പെർട്ടിൻ്റെ എന്ത് നൽകുന്നത്? സേവനം നൽകുന്നതും നമുക്ക് നല്ല രീതിയിൽ കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആരോഗ്യത്തിന് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. The physical and social well-being of girls ensure the safety of future generation. Therefore, good quality healthcare services is the right of women. പ്രിപ്പയർ ആൻഡ് എക്സിബിറ്റ് പോസ്റ്റേഴ്സ് ബേസ്ഡ് ഓൺ ദീസ് ഐഡിയാസ്. അപ്പം ഫിസിക്കലായിട്ടും സോഷ്യലായിട്ടുള്ള വെൽബീയിങ് ആയിട്ടുള്ള, അതായത് പെൺകുട്ടികൾക്ക് ശാരീരികമായിട്ടും സാമൂഹിക സുസ്ഥിതിയും ഉണ്ടെങ്കിൽ മാത്രമേ, സുരക്ഷ ഉറപ്പുവരുത്തുന്നുണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ ഗുണപ്രദമായിട്ടുള്ള രീതിയിലുള്ള പുതിയ തലമുറകളെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും അല്ലേ. പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. അപ്പം നല്ല ആരോഗ്യമുള്ള, നല്ല സാമൂഹിക സുസ്ഥിതി ഉള്ള രീതിയിലുള്ള പെൺകുട്ടികളാണെങ്കിൽ മാത്രമേ നമുക്ക് പുതിയൊരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. Is there any obstacles for women in getting respect and care all over the world? ഏതെങ്കിലും തരത്തിൽ ലോകമെമ്പാട് സ്ത്രീകൾക്ക് ഏതെങ്കിലും പരിചരണമൊക്കെ ലഭിക്കുന്നതിന് എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ ഉണ്ടാകാറുണ്ടോ, അല്ലെ ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ കേരളത്തിൽ അത് അത്ര ഇല്ല, വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. മറ്റ് സ്ഥലങ്ങളിലൊക്കെ അല്ലേ, മറ്റ് സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, സ്ത്രീകൾക്കെതിരെ നടക്കുന്ന പലതരത്തിലുള്ള അതിക്രമങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഒരു ഇത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. നോക്കിയാട്ടെ ഒന്ന്. Although the human society has attained progress in several parts of the world, there is a situation that denies accessibility to adequate education for girls. They are forced to give up their studies at an early stage and are confessed to marriage, child care and raising their families. There still exists a situations in which while boys play and go to school, it is not uncommon to be denied the right to go to work or to choose a career. Women often face restrictions not only in social relationships and economic independence but also in personal decision making. ഇപ്പം നമ്മൾ സമൂഹത്തിൽ നമ്മൾ ഇത്രയും പുരോഗതിയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും സ്ത്രീകൾക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം ലഭിക്കാത്ത സാഹചര്യങ്ങൾ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് അല്ലേ. കുട്ടികളെ എന്ത് ചെയ്യുന്നു? ഫോഴ്സ് ചെയ്ത് പാതി വഴിയിൽ പഠനം അവരെ ഉപേക്ഷിച്ചിട്ട്
അവരെ വിവാഹം കഴിപ്പിച്ചു വിടുന്നു അല്ലേ. അതുപോലെ തന്നെ വീട്ടുജോലി ചെയ്യുക, അല്ലെങ്കിൽ കുട്ടികളെ നോക്കുക, അല്ലെങ്കിൽ അവിടുത്തെ ഫാമിലീസിൻ്റെ കാര്യങ്ങൾ നോക്കുക, ഇതൊക്കെ ആയിരിക്കും അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞ് അവരെ അവിടെ നിന്ന് ഒഴിവാക്കുന്നു. അവർക്ക് അവരുടെ വിദ്യാഭ്യാസം നിഷേധിക്കുന്നു. പിന്നെ പാചകം ചെയ്യാനും വീട്ടുജോലികൾ ചെയ്യാനും മാത്രം അവർ പ്രേരിപ്പിക്കുന്ന അവസ്ഥ ഇപ്പോഴും ഉണ്ട്. അവർക്കിഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കാനോ ആ ജോലിക്ക് പോകാനോ ഒന്നും അവർക്ക് അവകാശമില്ല. ഇത് ആൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. ആൺകുട്ടികൾക്ക് മാത്രമേ കളിക്കാനായാലും വിദ്യാഭ്യാസത്തിനായാലും ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാനും എല്ലാം ആൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ അവസരം. വുമണിനില്ല. വുമണിനെ അത് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പലർക്കും അവരുടെ സ്വന്തമായിട്ടുള്ളൊരു തീരുമാനങ്ങൾ എടുക്കാൻ പോലുമുള്ള കാര്യത്തിൽ പോലും അവരെ വിലക്കുന്നുണ്ട്. ഇതൊക്കെ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതൊക്കെ കൊണ്ടാണ് ഷുഡ് നോട്ട് സൊസൈറ്റി അണ്ടർഗോ ഫർദർ ചേഞ്ചസ് ടു എൻഷുർ ഇക്വാലിറ്റി ഫോർ വുമൺ. ദിസ് ഈസ് വെയർ ദ കൺസെപ്റ്റ് ഓഫ് ജെൻഡർ ജസ്റ്റിസ് ബിക്കം റെലവൻറ്റ്. അപ്പോൾ സ്ത്രീകൾക്ക് തുല്യത ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സമൂഹം ഇനി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് അല്ലേ. അതെ, ഉണ്ടാകേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ജെൻഡർ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നത്. ലിംഗനീതി അല്ലേ. എല്ലാവർക്കും ഒരേപോലെ ഒരു വേറുകൃത്യമില്ലാതെ എല്ലാവർക്കും ഒരേപോലെയുള്ള നിയമം നടപ്പാക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ളൊരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ താഴെ കൊടുത്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദ ഹിൻസ് ഗിവൺ ബിലോ ഡിസ്കസ് ആൻഡ് സമ്മറൈസ് ദ ഐഡിയാസ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ജെൻഡർ ജസ്റ്റിസിൻ്റെ കാര്യത്തെക്കുറിച്ചുള്ള കുറച്ച് പോയിന്റുകളാണ്. ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ലീഡർഷിപ്പ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പൊസിഷൻ. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ലീഡർഷിപ്പ്, നേതൃത്വം എടുക്കാനും അല്ലെ തീരുമാനങ്ങൾ എടുക്കാനും സ്ഥാനങ്ങൾ ഉന്നയിക്കാനും ഇതിനെല്ലാം എല്ലാവർക്കും ഒരേപോലെ അവസരം നൽകണം. രണ്ടാമത്തെ എന്താണ്? ഓപ്പർച്യൂണിറ്റി ടു ട്രാവൽ എനിവെയർ അറ്റ് എനി ടൈം വിത്ത് ഫ്രീഡം ആൻഡ് സെക്യൂരിറ്റി. നമുക്ക് ഫ്രീഡത്തോടെ എവിടെയും സുരക്ഷിതത്തോടെയും എവിടെയും പോകാനും എപ്പോഴും സഞ്ചരിക്കാനുമുള്ളൊരു അവസരം എല്ലാവർക്കും ഒരേപോലെ നൽകണം. ഈക്വൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്. ബോയ്സിനും ഗേൾസിനും ഒരേപോലെ ആയിരിക്കണം എന്ത്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഈക്വൽ വേജസ് ടു ഈക്വൽ വർക്ക്. അവർ ചെയ്യുന്ന ഒരേ ജോലി ചെയ്യുന്നവർക്ക് ഒരേപോലെ തന്നെ എന്ത് നൽകണം? അവർക്ക് അവരുടെ ആവശ്യമായിട്ടുള്ള വരുമാനം, അവർക്ക് ആവശ്യമായിട്ടുള്ള വേജസ് നൽകണം അല്ലേ. നമുക്ക് പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ ജോലി ചെയ്യുന്നതാണെങ്കിൽ കൂടി പുരുഷന്മാർക്ക് അതിൽ കൂടുതൽ പൈസ കൊടുക്കുന്നു. അതിന് പകുതി പൈസയെ ആർക്ക് കൊടുക്കുന്നുള്ളൂ? സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് കൊടുക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു വേറുകൃത്യം കാണിക്കരുത്. രണ്ടുപേർക്കും ഒരേപോലെ, ഒരേ ജോലിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരേപോലെ തന്നെ അവർക്ക് അവരുടെ വേജസ് നൽകണം. അടുത്ത പോയിന്റ് എന്താണ്? ഷെയർഡ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ മെൻ ആൻഡ് വുമൺ ഇൻ ഫാമിലി കെയർ ആൻഡ് ഹൗസ് ഹോൾഡ് ചോർസ്. അതായത് നമ്മുടെ വീട്ടുജോലി ചെയ്യുന്നതിനും ഫാമിലിയിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനും പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ തന്നെ അത് പങ്കിട്ട് വേണം അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ. അടുത്ത പേജ് നമ്പർ 116, സെക്സ് ആൻഡ് ജെൻഡർ. നമ്മുടെ ലിംഗഭേദവും ലിംഗപദവിയുമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ സെക്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് യൂഷ്വലി ഐഡന്റിഫൈഡ് അറ്റ് ബർത്ത്. ക്രോമസോംസ്, ഹോർമോൺസ് ആൻഡ് മെനി എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആർ ദ ബേസിസ് ഫോർ ദി ബയോളജിക്കൽ ഡിഫറൻസിയേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ്. അപ്പം മെയില് ഫീമെയിൽ എന്നുള്ള കാര്യം നമ്മൾ ജനന സമയത്താണോ ആണാണോ പെണ്ണാണോ എന്ന് സാധാരണയായിട്ട് തിരിച്ചറിയുന്നത്. അത് ക്രോമസോമുകൾ, ഹോർമോണുകളുടെയും അതുപോലെ ബാഹ്യപരമായിട്ടല്ലേ ഫിസിക്കലായിട്ടും ഇന്റേണലി ആയിട്ടുള്ള ശാരീരിക സവിശേഷതകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആൺ പെണ്ണ് എന്നുള്ള രീതിയിൽ നമ്മൾ സ്ത്രീയാണെന്നും പുരുഷനാണെന്നും നമ്മൾ തിരിച്ചറിയുന്നത്. എന്നാൽ ദ കാറ്റഗറി ഇന്റർസെക്സ് ഇൻക്ലൂഡ്സ് ദോസ് ഹു ആർ ബോൺ വിത്ത് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ദാറ്റ് ആർ നെയ്തർ ഫുള്ളി ഫീമെയിൽ nor male or a combination of both or with chromosomes having variations about 40 intersex types have been identified. എന്നാൽ ലിംഗഭേദത്തിന് ഉണ്ട്. അതായത് നമ്മുടെ ഈ ജനിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഇന്റർസെക്സ് എന്ന് പറയും, കാറ്റഗറി ഇന്റർസെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എങ്ങനെയായിരിക്കും? അവരുടെ ഓർഗൻസ് ചിലപ്പോൾ മെയിലിൻ്റെയോ ഫീമെയിലിൻ്റെയോ ആയിരിക്കും. പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും അവരുടെ എന്തെന്ന് പറയുന്നത് അത് എന്തെങ്കിലും ക്രോമസോമുകളുടെ വ്യത്യാസമോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് രണ്ടുമായ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളായിരിക്കും. പൂർണ്ണമായി സ്ത്രീയുടെയോ പുരുഷൻ്റെയോ അല്ലാത്തതായിട്ടുള്ള വ്യത്യസ്തമായ ക്രോമസോമുകൾ ആയിട്ടായിരിക്കും ഇവർ ജനിച്ചിരിക്കുക. ഇവരെയാണ് നമ്മൾ ഇന്റർസെക്സ് എന്ന് പറയുന്നത്. 40ഓളം ഇന്റർസെക്സുകൾ ഇപ്പോൾ ഉണ്ടെന്നാണ് നമ്മുടെ പഠനം തെളിയിച്ചിരിക്കുന്നത്.
Next, transgender is a general term used to denote an individual who identify themselves as non-conforming to their sex at birth and wish to live according to the gender identity in which one is convinced of. അതായത് ജനിച്ചപ്പോഴുള്ള സെക്സ് അല്ലെ ജെൻഡർ എന്താണോ അതിനോട് യോജിച്ച് പോകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട്, സ്വയം അത് തിരിച്ചറിഞ്ഞിട്ട് ബോധ്യപ്പെട്ടിട്ട് അവർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഏത് ഇതാണോ അവർക്ക് അവരുടെ സെക്സ് ബർത്തിലുള്ള സെക്സ് അല്ല അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റി എന്നുള്ളത് അവർ തിരിച്ചറിയുകയും പിന്നീട് അവർ ഏത് ഐഡൻറ്റിറ്റിയിലാണ് ജീവിക്കേണ്ടതെന്ന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ പൊതുവിൽ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞത്. അതിനകത്ത് നമുക്ക് ട്രാൻസ് മെൻ ഉണ്ട്, ട്രാൻസ് വുമൻ ഉണ്ട്, ജെൻഡർ ക്യൂർ എന്നൊക്കെ പറയും. ട്രാൻസ് മെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽ ടു മെയിൽ, ഫീമെയിലായിട്ടായിരിക്കും ജനിച്ചത്, പക്ഷേ അവർ എന്തായിട്ടായിരിക്കും ജീവിക്കുന്നത്, മെയിലായിട്ടായിരിക്കും ജീവിക്കുന്നത്. അതാണ് ട്രാൻസ് മെൻ എന്ന് പറയുന്നത്. പിന്നെ ട്രാൻസ് വുമൺ ഉണ്ട്, അത് മെയിൽ ടു ഫീമെയിൽ ആണ്, മെയിലായിട്ട് ജനിച്ചിട്ട് അവർ ഫീമെയിലായിട്ടാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ച് അവർ ജീവിക്കുന്നു. പിന്നെ ജെൻഡർ ക്യൂർ എന്ന് പറയുന്നുണ്ട്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫീമെയിലുമല്ല മെയിലുമല്ല, പക്ഷേ ഇത് രണ്ടുമല്ലാതെ അല്ലേ, അത് ആ രണ്ട് വിഭാഗത്തിൽ ഒതുങ്ങിയല്ലാതെ ജീവിക്കുന്ന ആളുകളുമുണ്ട്. അവരെ നമ്മൾ ജെൻഡർ ക്യൂർ എന്നാണ് പറയുന്നത്. Society prescribes or improves on men and women different characteristics of conduct and behavior as well as responsibilities and duties regardless of the individual's skills or peculiarities. Gender is shaped by prescriptions such as boys should not cry and girls should not do certain jobs. This often becomes a discrimination based on gender which are against human rights. നമ്മുടെ സമൂഹം ഒരു വ്യക്തിയുടെ അവരുടെ എന്താണ് അവരുടെ കഴിവുകളോ അല്ലെ അവരുടെ സവിശേഷതകളോ അതൊന്നും പരിഗണിക്കാതെ മെന്നിനും വുമണിനും വെവ്വേറെ സ്വഭാവ സവിശേഷതകളും പെരുമാറ്റങ്ങളും ഒക്കെയാണെന്ന് ഒരു രീതിയിൽ നിഷ്കർഷിച്ചിട്ടുണ്ട് അല്ലേ, അല്ലെങ്കിൽ അവർക്ക് പ്രത്യേക ജോലികൾ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. ആൺകുട്ടികൾ കരയാൻ പാടില്ല, പെൺകുട്ടികൾ ചില ജോലികളൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ ഒരു ജെൻഡർ എന്താണ് ഇൻഇക്വാളിറ്റി കാണിക്കാറുണ്ട് അല്ലേ, അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്നുണ്ട് അല്ലേ. അത് എന്താണ്, ഹ്യൂമൻ റൈറ്റ്സിനെ എഗെയിൻസ്റ്റ് ആണ്, ഹ്യൂമൻ റൈറ്റ്സിന് എതിരായിട്ടുള്ള കാര്യമാണ് അതെന്നാണ് പറയുന്നത്. അത് പറയുന്നതെന്ന് തന്നെയല്ല, അതാണ് ഹ്യൂമൻ റൈറ്റ്സിന് എഗെയിൻസ്റ്റ് ആണ് അല്ലേ. എല്ലാവരും ഒരേപോലെ ജനിച്ചവരാണെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നവരുമാണ്. People who are conscious of gender justice shape a just society that ensure equal rights, opportunities and dignities. അതായത് ലിംഗ ജസ്റ്റിസ്, ലിംഗ നീതിയുള്ള അല്ലെങ്കിൽ ജെൻഡർ ജസ്റ്റിസ് എങ്ങനെയാണ് നമ്മുടെ ജനത തന്നെയാണ് നമ്മളത് തിരഞ്ഞെടുക്കുന്നതിന് തുല്യ അവകാശങ്ങളും അവസരങ്ങളുമാണ് നമ്മൾ ഉറപ്പാക്കേണ്ടത്. അപ്പം നല്ല നീതിയുക്തമായിട്ടുള്ളൊരു സമൂഹത്തെ രൂപപ്പെടുത്തേണ്ടത് നമ്മുടെ തന്നെ ആവശ്യകതയാണ് അല്ലേ. ചിൽഡ്രൻസ് അക്വയർ അവയർനെസ് ഓൺ ജെൻഡർ ജസ്റ്റിസ്, ഡിസ്ക്രിമിനേറ്റീവ് പവർ ആൻഡ് സോഷ്യൽ ഇൻട്രാക്ഷൻസ് ഡ്യൂറിങ് ദെയർ അഡോളസൻസ്. നിങ്ങൾ നിങ്ങളുടെ ഈ കൗമാര കാലഘട്ടത്തിൽ അല്ലേ, അഡോളസൻസ് കാലഘട്ടത്തിൽ തന്നെ എന്തൊക്കെ മനസ്സിലാക്കേണ്ടതാണ്, എന്താണ് ജെൻഡർ ജസ്റ്റിസ്, എന്താണ് ഈ ഡിസ്ക്രിമിനേറ്റീവ് പവർ, വിവേചന ബുദ്ധി, ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാലഘട്ടം ഇത് തന്നെയാണ്. അഡോളസൻസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫേസ് ഇൻ എവറി ചൈൽഡ്സ് ലൈഫ് ആസ് ദ നോളജ് ആൻഡ് അവയർനെസ് ദേ അക്വയർ ഡ്യൂറിങ് ദിസ് ഫേസ് ഈസ് ഷേപ്പിംഗ് ദം ഇൻ ടു ബെറ്റർ സോഷ്യൽ ബീങ്സ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ചിൽഡ്രൻസ് ടു ഗെറ്റ് പ്രോപ്പർ അഡോളസൻസ് എഡ്യൂക്കേഷൻ. അതെ, ഈ സമയത്ത് ഈ അഡോളസൻസ് സമയം, നിങ്ങളിപ്പോൾ ഈ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ അഡോളസൻസ് എന്നാണ് പറഞ്ഞത്, കുട്ടിയുമല്ല നിങ്ങൾ മുതിർന്നവരുമല്ല അല്ലെ, അഡൽറ്റും അല്ല, നിങ്ങളിപ്പോൾ ചിൽഡ്രനും അല്ലാത്ത ഒരു കാലഘട്ടമാണ്. അഡോളസൻസ് എന്നാണ് അതിന് പറയുന്നത്. ഈ കാലഘട്ടത്തിലാണ് ഈ രീതിയിലുള്ള എന്തിനെക്കുറിച്ച്, എന്താണ് ജെൻഡർ ജസ്റ്റിസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം അറിവും ബോധവും നിങ്ങൾക്ക് വരേണ്ടത്. അങ്ങനെയുള്ള നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ, അതിനെക്കുറിച്ചുള്ള നോളജും അവയർനെസ്സും ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള ഒരു സോഷ്യൽ വെൽബീയിങ് ആയിട്ടുള്ള ഒരു ജനതയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ചിൽഡ്രൻസ് ടു ഗെറ്റ് പ്രോപ്പർ അഡോളസൻസ് എഡ്യൂക്കേഷൻ. അതിനു വേണ്ടിയാണ് ഈ അഡോളസൻസ് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് നൽകുന്നത്. വാട്ട് ഈസ് യുവർ റെസ്പോൺസ് ടു എക്സ്ട്രാക്റ്റ് ഓഫ് ആൻ ആർട്ടിക്കിൾസ് ഗിവൻ ബിലോ? അപ്പോൾ താഴെ ഒരു ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട്, നമുക്കതൊന്ന് നോക്കാം. അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. പേജ് നമ്പർ 117 ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് സെക്ഷൽ ഡെവലപ്മെൻറ്റ് ഇൻ ടീനേജേഴ്സ് ക്യാൻ മേക്ക് ദം ക്യൂരിയസ് ആൻഡ് ആങ്ഷ്യസ്. അൺസയൻറ്റിഫിക് ഇൻഫർമേഷൻ ഫ്രം വേരിയസ് സോഴ്സസ് ഇൻക്ലൂഡിംഗ് സോഷ്യൽ മീഡിയ ക്യാൻ ബി ടേക്കൺ ടു ബി true and that may lead to risky behavioral patterns. Adolescence should be a stage to discern undesirable gestures like gaze, touch and physical temptations directed towards them. It is also a stage to develop courage and a capacity to say no
to what is wrong. In any situations, the demeanor should be in such a way that words and actions should be restricted according to social norms, and the freedom and dignity of others are to be valued and respected. The information gained through various means needs to be carefully evaluated before putting into practice. Help from parents, teachers, health workers, and school counselors can be sought if one is not capable of doing it by oneself. അതായത് ഫിസിക്കൽ ചേഞ്ചസും സെക്ഷൽ ഡെവലപ്മെൻറ്റും ഒക്കെ ടീനേജേഴ്സ് ഉണ്ടാകുന്നതിന് ഈ സമയത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. അവരുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടിയാണ് അഡോളസൻസ് എന്ന് പറഞ്ഞത്, അല്ലേ, കൗമാരകാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അതിനകത്ത് ഭയങ്കര രീതിയിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് ഇതിനകത്ത് ക്യൂരിയസ് ആയിരിക്കും, ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കും, നിങ്ങൾ ഇതിനകത്ത് ഭയങ്കര ആശങ്കയൊക്കെ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന, അല്ലേ, സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള സ്രോതസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന തെറ്റായിട്ടുള്ള, നിങ്ങളത് ശരിയായിട്ട് ധരിക്കുകയും അതുവഴി അപകട സാധ്യതയൊക്കെ ഉള്ള രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നേർക്കുണ്ടാകുന്ന ഓരോ ടച്ച് ആയിക്കോട്ടെ, ഒരു ഗസ്റ്റേഴ്സിലേക്ക് ഗെയ്സ്, ഒരു നോട്ടമായിക്കോട്ടെ, ടച്ച് ആയിക്കോട്ടെ, ഫിസിക്കൽ ടെംപ്ടേഷൻ, അല്ലേ, പ്രലോഭനങ്ങളായിക്കോട്ടെ, ഇതിനൊക്കെ എതിരായിട്ട് ഇറ്റ് ഈസ് ദ സ്റ്റേജ് ഓഫ് ഡെവലപ്പ് എന്ത് വേണം, നല്ല രീതിയിൽ കറേജും കപ്പാസിറ്റിയും ഉണ്ടാകണം, അല്ലേ, നല്ല ധൈര്യവും ത്രാണിയും ഉണ്ടാകണം. നിങ്ങളുടെ നേരെ എതിരായിട്ട് വരുന്ന ഏത് പ്രലോഭനങ്ങളായാലും നിങ്ങൾക്ക് നേരെ നടക്കുന്ന തെറ്റായ ഒരു നോട്ടമായാൽ പോലും അതിനോട് നോ, റോങ് ആയിട്ടുള്ള കാര്യങ്ങളോട് നിങ്ങൾ നോ എന്ന് പറയാനുള്ളൊരു ധൈര്യം, അല്ലേ, കപ്പാസിറ്റിയും കറേജും ഉണ്ടാവേണ്ട സമയവും ഇത് തന്നെയാണ്. അങ്ങനെ പറയുകയും ചെയ്യണം. എന്നാൽ ഇൻ സിറ്റുവേഷൻസ് ദ ഡിമേനർ ഷുഡ് ബി ഇൻ സച്ച് എ വേ ദാറ്റ് വേർഡ്സ് ആൻഡ് ആക്ഷൻ ഷുഡ് ബി റെസ്ട്രിക്റ്റഡ് അക്കോർഡിംഗ് ടു സോഷ്യൽ നോംസ് ആൻഡ് ദ ഫ്രീഡം ആൻഡ് ഡിഗ്നിറ്റി ഓഫ് അതേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോ പറയുകയും പ്രതികരിക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിവുണ്ടാകണം. ഏത് സന്ദർഭത്തിലായാലും നിങ്ങളുടെ വാക്കുകളോ പ്രവൃത്തിയോ സ്വയം അതിര് കൽപ്പിക്കുകയും, അതായത് മറ്റുള്ളവരോട്, മുതിർന്നവരോടൊക്കെ അവരുടെ സ്വാതന്ത്ര്യത്തെയും അഭിമാനത്തെയും വില കൽപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലായിരിക്കണം പെരുമാറ്റം. അവരോട് നമ്മൾ, അതായത് നമ്മുടെ വീട്ടിലുള്ള മാതാപിതാക്കളോടോ ഗുരുക്കന്മാരോടും ഒക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, അവരുടെ സ്വാതന്ത്ര്യത്തെയോ അല്ലെങ്കിൽ അവരുടെ അഭിമാനത്തെയോ ഒക്കെ വില കൽപ്പിക്കാത്ത രീതിയിലുള്ള മറുപടികൾ പറയുന്നതും പെരുമാറ്റച്ചട്ടങ്ങളും ഒന്നും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനും പാടില്ല കേട്ടോ. അപ്പം കൃത്യമായി അതൊക്കെ വിലയിരുത്തണം. ഇതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഏത് സമയം എങ്ങനെയാണ് തീരുമാനം എടുക്കാൻ പറ്റാത്തത്, അങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ വരുന്ന സമയം കൂടിയാണ്, അല്ലേ. ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് കറക്റ്റ് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങളത് നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സിനോടല്ല ചോദിച്ച് അതിനെക്കുറിച്ചുള്ള തീരുമാനം എടുക്കേണ്ടത്. പിന്നെ ആരുടെയാണ്, നിങ്ങളുടെ രക്ഷിതാക്കളോ നിങ്ങളുടെ അധ്യാപകരോ, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് എവിടെ നിന്ന് കിട്ടും, പേരൻസിൻ്റെ നിന്നും ടീച്ചേഴ്സിൻ്റെ നിന്നും, അതുപോലെ തന്നെ ഹെൽത്ത് വർക്കേഴ്സും ഉണ്ട്, സ്കൂൾ കൗൺസിലേഴ്സും ഒക്കെ ഉണ്ട്. എന്നിവരോടൊക്കെ നമുക്ക് സഹായം തേടാവുന്നതാണ്. ഇവരെല്ലാം നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള നിർദ്ദേശങ്ങൾ തരികയും ചെയ്യും. Isn't adolescence is an important phase in child's life? Many changes occur in the body during this phase. Haven't you understood these changes? What are the main changes and their causes? അപ്പം നമുക്കറിയാം, നമ്മുടെ ഒരു അഡോളസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കുട്ടിയുടെ ജീവിതത്തിലെ സുപ്രധാന ഘട്ടമാണ്, അല്ലേ. ഈ ഘട്ടത്തിൽ ശരീരത്തിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്, അല്ലേ. അപ്പം നമ്മൾ നേരത്തെ 8ാം ക്ലാസ്സിൽ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചായിരുന്നു. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പം അങ്ങനെ എന്തൊക്കെ തരം മാറ്റങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂബിക് ഹെയർ അപ്പിയേഴ്സ് ചെയ്യുന്നു, അല്ലേ. നമുക്കാണെങ്കിൽ പ്യൂബിക് റീജിയൻസിലൊക്കെ ഹെയർ അപ്പിയർ ചെയ്യുന്നു, അല്ലേ. നമ്മുടെ അഡോളസൻസ് സമയമാകുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഗ്രോത്ത് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഹെയറിൻ്റെ ഗ്രോത്ത് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്. പ്യൂബിക് ഹെയർ അപ്പിയർ ചെയ്യുന്നു, ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. ഒന്നാമത്തെ എന്താണ്, പ്യൂബിക് ഹെയർ അപ്പിയേഴ്സ് ആൻഡ് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. പിന്നെന്താണ്, ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ്, വോയിസ് ചേഞ്ചസ് എക്സെട്ര, അല്ലേ. ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റും വോയിസ് ചേഞ്ചസും ഇതെല്ലാം നമ്മുടെ ഈ അഡോളസൻസ് സമയത്ത് നമുക്ക് ഗേൾസിലും ബോയ്സിലും ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. ഇതിൻ്റെ എല്ലാം കോസസ്, ഇതിനൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദിസ് ചേഞ്ചസ് ഒക്കർ ഡ്യൂ ടു ഹോർമോണൽ ചേഞ്ചസ് ഡ്യൂറിങ് പ്യൂബർട്ടി. പ്യൂബർട്ടി സമയത്തുണ്ടാകുന്ന ഹോർമോണുകളുടെ പ്രവർത്തനം മുഖേനയാണ് ഇത്തരത്തിലുള്ള ശാരീരിക മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നത്. ശാരീരിക മാറ്റങ്ങൾ മാത്രമല്ല, മാനസികമായിട്ടൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതാണ്. Puberty is attained when semen production begins in boys and menstruation in girls. During this stage, the body undergoes certain യുണീക്ക് ചേഞ്ചസ്. അപ്പം നമുക്കറിയാം, പ്യൂബർട്ടി ആയ സമയത്ത് നമുക്ക് ബോയ്സിൽ സെമൻ പ്രൊഡക്ഷൻ ആരംഭിക്കുന്നു, അതുപോലെ തന്നെ ഗേൾസിൽ ആരംഭിക്കുന്നു, മെൻസ്ട്രേഷനും ആരംഭിക്കുന്നു. Next, page number 118. With puberty, the growth and development of male reproductive organs accelerate. Semen production begins. Erections of penis occurs as the blood flow
to it increase. At this stage, ejaculation may occur during sleep at night. Such natural physical changes are sign of growth. Each person attains puberty at a different pace and speed. അപ്പോൾ പ്യൂബർട്ടി ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആക്സിലറേറ്റ് ആവുന്നു, സെമൻ പ്രൊഡക്ഷൻ ഒക്കെ ബിഗിൻ ചെയ്യുന്നു, സെമൻ പ്രൊഡക്ഷൻ കൂടുന്നു, അതുപോലെ തന്നെ ഇറക്ഷൻ ഓഫ് പെനിസിൻ്റെ വലിപ്പം വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ അതിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നു ഈ സ്റ്റേജിലാണ്. അതുപോലെ ഇജാക്കുലേഷൻ മേ ഒക്കർ ഡ്യൂറിങ് സ്ലീപ്പ് അറ്റ് നൈറ്റിൽ തന്നെ ഇജാക്കുലേഷൻ ഒക്കെ സംഭവിക്കുന്നതുമെല്ലാം നാച്ചുറലായിട്ടുള്ള ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടാകുന്നതാണ് ബോയ്സിൽ. ഈച്ച് പേഴ്സൺസ് അറ്റൈൻസ് പ്യൂബർട്ടി അറ്റ് ഡിഫറെൻറ്റ് പേസസ് ആൻഡ് സ്പീഡാണ്. അതായത് ഓരോ കുട്ടികളിലും അല്ലെ ഓരോ ആളുകളിലും അവരുടെ പ്യൂബർട്ടി ഉണ്ടാകുന്നത് പല സമയങ്ങളായിരിക്കും. ചിലർക്ക് ഏർലി സ്റ്റേജസിലായിരിക്കും ഉണ്ടാകുന്നത്, ചിലർക്ക് ഒരുപാട് കാലതാമസം ഉണ്ടായിട്ടായിരിക്കും പ്യൂബർട്ടിയിലെത്തുന്നത്. അപ്പോൾ ഇത് വ്യത്യാസമായിരിക്കും ഓരോരുത്തർക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹവൻ യു അണ്ടർസ്റ്റാൻഡ് ദ മേജർ ചേഞ്ചസ് ഇൻ ഗേൾസ് സച്ച് ആസ് ഓവുലേഷൻ ആൻഡ് മെൻസ്ട്രേഷൻ? നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഓവുലേഷൻ അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഗേൾസിൽ ഉണ്ടാവുന്ന പ്യൂബർട്ടി സമയത്തുണ്ടാവുന്ന പ്രധാനപ്പെട്ട ഒരു ചേഞ്ചസ് ആണ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് നോക്കിയിട്ട് ഇല്ലസ്ട്രേഷൻ 5.1 നോക്കിയിട്ട് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഫോർമുലേറ്റ് ഇൻക്രീസസ്. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. ഓവുലേഷൻ ആൻഡ് ചേഞ്ചസ് ഇൻ ദി യൂട്രൈൻ വാൾ, അതിൻ്റെ ഒരു ചാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ ചാർട്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ദ ചേഞ്ചസ് ഇൻ യൂട്രസ് ഡ്യൂറിങ് ദി മെൻസ്ട്രൽ സൈക്കിൾ. ഒരു ക്വസ്റ്റ്യൻ തന്നെ അവിടെ ചോദിച്ചേപ്പുണ്ട്, എന്തൊക്കെയാണ് നമ്മുടെ മെൻസ്ട്രേഷൻ സൈക്കിൾ സമയത്ത് ചേഞ്ചസ് ഉണ്ടാകുന്നത് നോക്കാം നമുക്ക്. ദ മെൻസ്ട്രൽ സൈക്കിൾ ടിപ്പിക്കലി ലാസ്റ്റ് അബൌട്ട് 28 ഡേയ്സ് ആൻഡ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 4 മെയിൻ ഫേസസ്. അപ്പം 28 ദിവസം നീളുന്നതാണ് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ 4 ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫേസ് ഈസ് മെൻസ്ട്രൽ ഫേസ്. മെൻസ്ട്രൽ ഫേസ് നോക്കിയിട്ട് ഡേ 1 to 5 1 to 5 അല്ലെങ്കിൽ 1 to 6 വരെയാണ് കൊടുത്തിരിക്കുന്നത്. റെഡ് കളറിൽ നോട്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ ചാർട്ടിനകത്ത്? അതാണ് നമ്മുടെ ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞത്. അതിന് പറയുന്ന പേരാണ് മെൻസ്ട്രൽ ഫേസ് എന്ന് പറഞ്ഞത്. ദ യൂട്രൈൻ ലൈനിങ് ഈസ് ഷെഡ് ആൻഡ് എക്സിസ്റ്റ് ദ ബോഡി ത്രൂ ദ വജൈന ആസ് മെൻസ്ട്രൽ ബ്ലഡ്. ഈ സമയത്താണ്, ഈ 4, 5, 6 ദിവസങ്ങളിലാണ് എന്തുണ്ടാകുന്നത്, യൂട്രൈൻ ലൈനിങ് ഒക്കെ ഇളകി അത് എന്തായിട്ട് ബ്ലഡ് രൂപത്തിലായിട്ട് ബോഡിയിലെ വജൈനയിലൂടെ വെളിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. ഇതിനാണ് നമ്മൾ മെൻസ്ട്രൽ ഫേസ് എന്ന് പറഞ്ഞത്. ഡേ 1 to 5 ആണ്. സെക്കൻഡ് ഫേസ് ഈസ് ഫോളിക്കുലാർ ഫേസ്. അത് ഡേ 1 to 13 വരെയുള്ള ദിവസമാണ് അല്ലേ. 1 to 13 വരെയുള്ള ദിവസമുണ്ടല്ലോ ചാർട്ടിനകത്ത് കൊടുത്തിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ ഫോളിക്കുലാർ ഫേസ് എന്ന് പറയുന്നത്. ദ എൻഡോമെട്രിയം സ്റ്റാർട്ട്സ് ടു റീബിൽഡ് ആൻഡ് തിക്കൻ. ഓക്കെ, 5 വരെയുള്ള ദിവസങ്ങളിൽ ഇത് ഷെഡായിട്ട് വെളിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും, ബ്ലഡായിട്ട് വെളിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞുള്ള 13 വരെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഈ എൻഡോമെട്രിയം എന്ത് ചെയ്യാൻ തുടങ്ങും? സ്റ്റാർട്ട്സ് ടു റീബിൽഡ് ആൻഡ് തിക്കൻ. അത് വീണ്ടും റീബിൽഡ് ചെയ്തിട്ട് തിക്കാവാൻ തുടങ്ങുന്ന ദിവസമാണ്. ആ സമയത്തിന് പറയുന്ന പേരാണ് ഫോളിക്കുലാർ ഫേസ്. തേർഡ് വൺ ഈസ് ഓവുലേഷൻ ഫേസ്. ഓവുലേഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ ഡേ 14 ആണ്. ആ ഡേ 14 മുകളിൽ ഒരു കൊടുത്തിരിക്കുന്ന പിക്ചർ കണ്ടോ? അതിൽ നിന്നും ഒരു എഗ്ഗ് വെളിയിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 14 അല്ലേ, 14 ആണ് ഓവുലേഷൻ ഫേസ്. ഓവുലേഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ മെച്യൂർ എഗ് ഈസ് റിലീസ്ഡ് ഫ്രം വൺ ഓഫ് ദി ഓവറീസ്. 2 സൈഡിലുള്ള ഓവറിൽ ഏതെങ്കിലും ഒരു ഓവറിയിൽ നിന്നും മെച്യൂർ ആയിട്ടുള്ള ഒരു എഗ്ഗ് അല്ലെങ്കിൽ ഓവം വെളിയിലേക്ക് വരുന്ന ദിവസത്തിന് പറയുന്ന പേരാണ് ഓവുലേഷൻ ഫേസ്. ലാസ്റ്റ് ഫോർത്ത് വൺ ഈസ് ലൂട്ടിയൽ ഫേസ്. ലൂട്ടിയൽ ഫേസ് എന്ന് വെച്ചാൽ ഡേ 15 to 28. ഓക്കെ, ഈ ഓവുലേഷൻ കഴിഞ്ഞുള്ള ദിവസം മുതൽ ലാസ്റ്റ് 28 വരെയുള്ള ദിവസത്തിന് പറയുന്ന പേരാണ് ലൂട്ടിയൽ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എൻഡോമെട്രിയം റീച്ചസ് ഇറ്റ്സ് മാക്സിമം തിക്നെസ് ആൻഡ് ഇഫ് ഫെർട്ടിലൈസേഷൻ ഡസ് നോട്ട് ഒക്കർ ദ ലൈനിങ് ബിഗിൻസ് ടു ബ്രേക്ക് ഡൗൺ. അപ്പം ഈ ഓവുലേഷൻ നടന്നു കഴിഞ്ഞിട്ട് നമ്മുടെ എൻഡോമെട്രിയം വീണ്ടും ഭയങ്കര തിക്കാവാൻ തുടങ്ങിയിട്ട് ഫെർട്ടിലൈസേഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മുടെ എഗ്ഗ് വെളിയിൽ വന്നിരിപ്പുണ്ട്, ആ എഗ്ഗുമായിട്ട് സ്പേം ഫ്യൂസ് ചെയ്തില്ല, അവിടെ ഫെർട്ടിലൈസേഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ എന്തോ സംഭവിക്കും? നമ്മുടെ ഈ തിക്കായിട്ടിരുന്ന ലൈനിങ് എല്ലാം കൂടി ബ്രേക്ക് ഡൗൺ ആവും. അപ്പോൾ ആ 28 ദിവസം അവർ തിക്കായിട്ടിരിക്കുകയായിരുന്നു, അവിടെ ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ അത് 28 ദിവസത്തിന് ശേഷം വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്തായിട്ട് ആരംഭിക്കും? മെൻസ്ട്രൽ സൈക്കിൾ വീണ്ടും ആരംഭിക്കും. 28 ദിവസം കഴിയുമ്പോഴാണ് വീണ്ടും മെൻസ്ട്രൽ സൈക്കിൾ, നമ്മൾ ആദ്യം കണ്ട പോലെ മെൻസ്ട്രൽ ഫേസ് വീണ്ടും തുടങ്ങുന്നത്. അതാണ് പറയുന്നത് 28 ഡേയ്സ് ആണ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. നീണ്ടു നിൽക്കുന്നത് 28 ദിവസമാണെന്ന് പറയുന്നത്. ഇത് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. ഓരോരുത്തരുടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹോർമോണിൻ്റെ ബാലൻസ് അനുസരിച്ചും അവരുടെ
ഈ മെൻസ്ട്രൽ സൈക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഈ 14 ഡേ ആണ് ഓവുലേഷൻ എന്ന് പറയുന്നു. ആ ഓവുലേഷനും ഓരോ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും ചേഞ്ചസ് സംഭവിക്കാം. അവരുടെ ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഹോർമോണലായിട്ടുള്ള ബാലൻസ് മാറ്റങ്ങൾ മുഖേന ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയേക്കാം. എന്നാലും സാധാരണയായിട്ടുള്ള നല്ല ആരോഗ്യവതിയായിട്ടുള്ള ഒരു സ്ത്രീയിൽ ഉണ്ടാകുന്ന മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞത് കറക്റ്റായിട്ടുള്ളത് ഇതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാട്ടെ, മെൻസ്ട്രൽ ഹൈജീന്. മെൻസ്ട്രൽ ഹൈജീന് ഈ സമയത്ത് നല്ല രീതിയിൽ നമ്മൾ ഹൈജീനായിട്ടായിരിക്കണം കേട്ടോ. നല്ല രീതിയിൽ ശുചിത്വം പാലിച്ചെങ്കിൽ മാത്രമേ, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് തരത്തിലുള്ള മെൻസ്ട്രൽ ഡിസീസസ് ഒക്കെ നമുക്ക് ഉണ്ടാവാൻ, വല്ല ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് മെൻസ്ട്രൽ ഹൈജീൻ ഉണ്ടാകേണ്ടതെന്ന് നോക്കാം. മെയിൻറ്റെയിനിങ് ക്ലീൻലിനെസ് ആൻഡ് പ്രോപ്പർ കെയർ ഡ്യൂറിങ് മെൻസ്ട്രേഷൻ ടു എൻഷുർ ഗുഡ് ഹെൽത്ത് ആൻഡ് പ്രിവെൻറ്റ് ഇൻഫെക്ഷൻസ്. അപ്പോൾ ഈ സമയത്ത് നല്ല രീതിയിൽ ക്ലീൻലിനെസ് ആയിട്ടിരിക്കണം, പ്രോപ്പറായിട്ട് കെയർ കൊടുത്തിരിക്കണം മെൻസ്ട്രേഷൻ സമയത്ത്. എങ്കിലേ നല്ല രീതിയിലുള്ള ആരോഗ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനൊക്കും. അതിന് പ്രധാനമായിട്ട് ചെയ്യേണ്ട പോയിന്റുകൾ ഇതൊക്കെയാണ്, കാര്യങ്ങൾ ഇതൊക്കെയാണ്. യൂസ് ക്ലീൻ മെൻസ്ട്രൽ പ്രോഡക്ട്സ്. നമ്മൾ ക്ലീൻ ആയിട്ടുള്ള മെൻസ്ട്രൽ പ്രോഡക്റ്റ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചേഞ്ച് പാഡ്സ് എവരി 4 to 6 hours. 4 to 6 hours നമ്മൾ പാഡ് ചേഞ്ച് ചെയ്യണം. വാഷ് ദ ജെനിറ്റൽ ഏരിയ വിത്ത് മൈൽഡ് സോപ്പ് സൊല്യൂഷന്. മൈൽഡ് സോപ്പ് സൊല്യൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീര്യം കുറഞ്ഞ സോപ്പ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ജെനിറ്റൽ ഏരിയസ് വാഷ് ചെയ്യാൻ. വീര്യം കൂടിയത് ഉപയോഗിക്കരുത്. അത് നമ്മുടെ pH ലെവലിൻ്റെ അല്ലേ, നമ്മുടെ വജൈനയിലേക്കുള്ള pH ലെവൽ റെഡ്യൂസ് ചെയ്യിക്കാൻ, അവിടെ ഇറിറ്റേഷൻ മിച്ചിങ് ഒക്കെ ഉണ്ടാക്കാൻ കാരണമാകും. അതുകൊണ്ടാണ് പറഞ്ഞത് നേരിയ രീതിയിലുള്ള സോപ്പ് സൊല്യൂഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വിയർ കംഫർട്ടബിൾ ക്ലോത്ത്സ് എക്സെട്ര ആണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ. നല്ല രീതിയിലുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ ആയിട്ടുള്ള ക്ലോത്തുകളൊക്കെ ഉപയോഗിക്കുക. ഇത്രയൊക്കെയാണ് നമ്മൾ മെൻസ്ട്രൽ ഹൈജീൻ സമയത്ത് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, പേജ് നമ്പർ 118 ലെഫ്റ്റ് സൈഡിൽ ഒരു യെല്ലോ കളറിലെ കോളം കൊടുത്തിട്ടിരിക്കുന്നു, നോക്കിയട്ടെ. Genital infections are more likely to occur during puberty. To prevent this, special care should be taken to wash these parts with mild soap solutions. Moisture can lead to fungal infections, so it's essential to keep the genital area without moisture. Wearing dry cotton undergarments, facilitating air circulation and changing them daily will help to keep the genital area dry and decrease bacterial and fungal growth. ഓക്കെ, നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞു കഴിഞ്ഞു മെൻസ്ട്രൽ ഹൈജീന്. മെൻസ്ട്രൽ സമയത്ത് ഹൈജീന് കാര്യം പറഞ്ഞു. അതുപോലെ തന്നെയാണ് നമ്മൾ പ്യൂബർട്ടി സമയത്ത് ഫീമെയിൽ ആയാലും മെയിൽ ആയാലും നല്ല രീതിയിൽ ഹൈജീൻ ആയിട്ടിരിക്കണം. കാരണം ഇജാക്കുലേഷനൊക്കെ ബോയ്സിൽ നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്യൂബർട്ടി സമയത്ത് നല്ല രീതിയിൽ ഹൈജീൻ ആയിരിക്കണം അല്ലേ. അത് എന്തിനു സഹായിക്കും? ടു പ്രിവെൻറ്റ് എന്തിനൊക്കെ? പലതരത്തിലുള്ള ബാക്ടീരിയൽ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകുന്നതിൽ നിന്ന് നമുക്കതിനെ സംരക്ഷിക്കും. ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സ്പെഷ്യൽ കെയർ നമ്മൾ എടുത്തിരിക്കണം. വാഷ് ദീസ് ഏരിയാസ് വിത്ത് മൈൽഡ് സോപ്പ് സൊല്യൂഷൻ അല്ലേ, നേരിയ സോപ്പ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് അണുബാധ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ കഴുകിയിട്ട് ഇതെപ്പോഴും ഈ നമ്മുടെ ജെനിറ്റൽ ഏരിയ എപ്പോഴും മോയ്സ്ചർ ക്ലീൻ ആയിരിക്കണം. അതായത് മോയ്സ്ചർ ആവാതെ ഡ്രൈ ആയിട്ടിരിക്കണം അല്ലേ. മോയ്സ്ചറെല്ലാം മാറ്റിയിട്ട് എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കേണ്ടതും അത്യാവശ്യമാണ്. ജെനിറ്റൽ ഏരിയ വിത്തൗട്ട് മോയ്സ്ചർ ആയിരിക്കണം. വിയറിങ് ഡ്രൈ കോട്ടൺ അണ്ടർ ഗാർമെൻറ്റ്സ് ആയിരിക്കണം ധരിക്കേണ്ടത്. അതുപോലെ തന്നെ ഹെയർ സർക്കുലേഷൻ ഉള്ളതുമായിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് വേണം നമ്മൾ ധരിക്കാനും. ചേഞ്ചിങ് ദം ഡെയിലി. ഇത് നമ്മൾ ഡെയിലി എന്ത് ചെയ്യുകയും ചെയ്യണം? ചേഞ്ച് ആയിട്ട് ജെനിറ്റൽ ഏരിയ എപ്പോഴും ഡ്രൈ ആയിട്ടും ബാക്ടീരിയലും ഫംഗലും ഒന്നും ഗ്രോത്ത് ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ അണുവിമുക്തമായ രീതിയിലും ആയിരിക്കണം സൂക്ഷിക്കേണ്ടത്. Next, fertilization may possible in each menstrual cycle through sexual intercourse. Fertilization takes place and the zygote is formed. ഓക്കെ, അപ്പോൾ ഓരോ നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിലും നമുക്ക് എന്തിന് സാധ്യതയുണ്ട്? ഫെർട്ടിലൈസേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് സെക്ഷൽ ഇൻ്റർകോഴ്സ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫെർട്ടിലൈസേഷൻ നടക്കുകയും ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം അവിടെ അത് എന്തായിട്ട് മാറുകയും ചെയ്യും? സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ഡമായിട്ട് മാറുകയും ചെയ്യും. അതായത് നമുക്കറിയാം നമ്മുടെ ഈ ഓവുലേഷൻ സമയത്ത് ഉണ്ടാകുന്ന ആ ഓവം അല്ലെങ്കിൽ എഗ് സ്പെമുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നതാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു? സൈഗോട്ടായിട്ട് മാറുന്നു. From conception to parturition, the body undergoes many changes. This is initiated by the process of fertilization. Based on the indicators, analyze the given description and understand the process of fertilization. അതായത് നമ്മൾ ഈ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മുടെ കൺസെപ്ഷൻ അല്ലെങ്കിൽ ഗർഭധാരണവും അതിനുശേഷം നമ്മുടെ പാർട്യൂറിഷൻ എന്ന് പറഞ്ഞാൽ പ്രസവവും ഒക്കെ നടക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പം നമുക്ക് എന്താണ് ഫെർട്ടിലൈസേഷൻ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ് ഫെർട്ടിലൈസേഷൻ? The semen deposited by the penis into the vagina during sexual intercourse contains approximately 400 million sperms. From the vagina, they move to uterus through the cervix. Sperms move with the help of
their tails at a speed of about 1.5 milliliter per minute. But only about 100 of the sperms enter the oviduct അല്ലെങ്കിൽ fallopian tube. Others get disintegrated. ഓക്കെ, എന്താണ് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജ സംയോഗം എന്ന് നോക്കാം. സെക്ഷൽ ഇൻ്റർകോഴ്സ് കഴിഞ്ഞതിന് ശേഷം നടന്നു കഴിയുമ്പോഴേ നമ്മുടെ പെനിസിൽ നിന്നും വജേനയിലേക്ക് സെമൻ ഡെപ്പോസിറ്റ് ചെയ്യും. ഈ സെമൻ അതിനകത്ത് ഏകദേശം ഒരു 400 മില്യൺ സ്പേംസ് ആണ് അല്ലേ, 400 ദശലക്ഷത്തോളം സ്പേംസ് ആണ് ഈ സെമനകത്ത് ആ സമയത്ത് ഉണ്ടായിരിക്കുന്നത്. അതിനകത്ത് നിന്നും ഫ്രം ദി വജേനയിൽ നിന്നും അത് എന്ത് ചെയ്യുമെന്നറിയാവോ? ദേ മൂവ് ടു യൂട്രസിലേക്ക് മൂവ് ചെയ്യും. ആ മൂവ് ചെയ്യുന്ന ആ പാതയ്ക്ക് പറയുന്ന പേര് സെർവിക്സ് ആണ്. സെർവിക്സിലൂടെ അത് എവിടേക്ക് പോകുന്നു? യൂട്രസിലേക്ക് പോകുന്നു. എന്നിട്ട് ഈ സ്പേംസ് മൂവ് ചെയ്യുന്നത് നമുക്കറിയാം, സ്പേമിന് ഒരു ഹെഡും അതിൻ്റെ ഒരു നെക്ക് പോർഷൻ മൈറ്റോകോൺട്രിയോണും അതിനൊരു ടെയിൽ പോർഷനും ഉണ്ട് അല്ലേ. ആ ടെയിൽ ഉപയോഗിച്ചിട്ടാണ് അത് മൂവ് ചെയ്യുന്നത്. ഈ മൂവ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് എബൌട്ട് 1.5 milliliter per minute അതിൻ്റെ സ്പീഡ്. എന്നാൽ അങ്ങനെ നമ്മുടെ യൂട്രസിൽ എത്തിക്കഴിയുമ്പോൾ ബട്ട് ഓൺലി എബൌട്ട് 100 ഓഫ് ദി സ്പേംസ് എൻ്റർ ദ ഓവിഡക്റ്റ്. ആ യൂട്രസിലൂടെ അത് എവിടേക്കാണ് പോകുന്നതെന്ന് അറിയോ? നമ്മുടെ ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫലോപ്പിൻ ട്യൂബിലേക്കാണ് പോകുന്നത്. അതിനകത്ത് ഒരു 100 മാത്രമേ എവിടെ എത്തത്തുള്ളൂ? നമ്മുടെ ഫലോപ്പിൻ ട്യൂബിൽ എത്തത്തുള്ളൂ. ബാക്കിയുള്ളതെല്ലാം എന്തായി പോകും? ഡിസിൻറ്റഗ്രേറ്റഡ് ആയി പോകും, നശിച്ചു പോകും. അങ്ങനെ ഫലോപ്പിൻ ട്യൂബിൽ എത്തിയിട്ട്, ഫലോപ്പിൻ ട്യൂബിലാണല്ലോ നമ്മുടെ എന്ത് സമയത്ത് ഓവുലേഷൻ സമയത്ത് നമുക്ക് വെളിയിൽ വന്നിട്ടുള്ള ഓവം അല്ലെങ്കിൽ എഗ്ഗ് എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ ഫലോപ്പിൻ ട്യൂബിലാണ് ഇരിക്കുന്നത്. ആ ഫലോപ്പിൻ ട്യൂബിൽ ഇരിക്കുന്ന എഗ്ഗുമായിട്ട് ഈ സ്പേം ഫ്യൂസ് ചെയ്യുന്നു. ആ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ. ഓക്കെ, ഇനി നമുക്ക് റൈറ്റ് സൈഡിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു, ഒന്ന് നോക്കാം. An egg can survive up to 72 hours after ovulation. Sperms remain in the female body only for 48 hours, but the sperms can fuse with the ovum only for 36 hours. അതായത് എഗ്ഗിന് സർവൈവ് ചെയ്യാനുള്ള എഗ്ഗ് ക്യാൻ സർവൈവ് അപ് ടു 72 hours ആഫ്റ്റർ ഓവുലേഷൻ അല്ലേ. ഓവുലേഷൻ കഴിഞ്ഞ് ഒരു 72 മണിക്കൂർ 72 hours വരെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് എഗ്ഗിന് ആയുസ്സുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 72 മണിക്കൂർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 3 ദിവസത്തെ ആയുസ്. ഇനി സ്പേംസ് റിമെയിൻ ഇൻ ദ ഫീമെയിൽ ബോഡിയിൽ ഈ സ്പേംസിൻ്റെ ആയുസ് എത്രയാണെന്ന് അറിയാവോ? 48 hours ആണ്. അത് 2 ദിവസത്തെ ആയുസാണ് സ്പേമിന് ഫീമെയിൽ ബോഡിയിലുള്ളത്. എന്നാൽ ബട്ട് ദ സ്പേം ക്യാൻ ഫ്യൂസ് വിത്ത് ദ ഓവം ഓൺലി ഫോർ 36 hours. എന്നാൽ 36 ഹവേഴ്സിനുള്ളിൽ തന്നെ സ്പേം ആരുമായിട്ട് ഫ്യൂസ് ചെയ്തെങ്കിൽ മാത്രമേ അവർ നിലനിൽപ്പുള്ളൂ. എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തെങ്കിൽ മാത്രമേ. 36 hours എന്ന് പറഞ്ഞാൽ 1.5 ദിവസത്തിനുള്ളിൽ തന്നെ അത് ഫ്യൂസ് ചെയ്യണം. എങ്കിൽ മാത്രമേ അത് എന്തായിട്ട് മാറത്തുള്ളൂ? ഒരു സൈഗോട്ടായിട്ട് മാറത്തുള്ളൂ. Haven't you understood that the zygote is formed in the oviduct by the fusion of sperm with an egg? Fertilization is more possible during the day from 10 to 17th of the menstrual cycle. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ സൈഗോട്ട് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓവിഡക്റ്റിലെ ആരുമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോഴാണ്? സ്പേം എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോഴാണത് സൈഗോട്ടായിട്ട് മാറുന്നത്. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ. ഇനി ഫെർട്ടിലൈസേഷൻ നല്ല രീതിയിൽ നടക്കേണ്ട ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മെൻസ്ട്രൽ സൈക്കിളിനകത്ത് 10th to 17th ഡേ ഉണ്ടല്ലോ മെൻസ്ട്രൽ സൈക്കിളിനകത്ത്, ആ 10th to 17th ഡേക്കുള്ളിലാണ് കറക്റ്റ് നല്ല രീതിയിൽ ഫെർട്ടിലൈസേഷൻ നടക്കാൻ സാധ്യത പോസിബിൾ ആയിട്ടുള്ള ഡേ എന്ന് പറയുന്നത്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊന്ന് നോക്കാം. ദ വേ ബൈ വിച്ച് സ്പേംസ് റീച്ച് ദ ഓവിഡക്റ്റ്. അപ്പം എങ്ങനെയാണ് നമ്മുടെ സ്പേംസ് ഓവിഡക്റ്റിൽ എത്തുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞ കാര്യം തന്നെയാണ്. നോക്കാം. ആൻസർ ഈസ് സ്പേംസ് റീച്ച് ദ ഓവിഡക്റ്റ് ത്രൂ എ കോർഡിനേറ്റഡ് സീരീസ് ഓഫ് പ്രോസസ്സ്. അപ്പോൾ ഒരു സീരീസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണല്ലോ ഈ സ്പേം നമ്മുടെ ഓവിഡക്റ്റിൽ എത്തുന്നത്. അത് ഏതൊക്കെ പ്രോസസ്സാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സ്പേംസ് എൻ്റർ ദ വജൈന. സ്പേം ആദ്യം എവിടെ എത്തുന്നു? വജൈനയിൽ എത്തുന്നു. സെക്കൻഡ്, മൂവ്മെൻറ്റ് ത്രൂ ദി സെർവിക്സ്. അത് ഇതിലൂടെ മൂവ് ചെയ്യുന്നു? സെർവിക്സിലൂടെ മൂവ് ചെയ്യുന്നു. നെക്സ്റ്റ്, പാസേജ് ത്രൂ ദി യൂട്രസ്. അത് എവിടേക്കാണ് പോകുന്നത്? യൂട്രസിലേക്കാണ് പോകുന്നത്. എൻട്രി ഇൻ ടു ദ ഓവിഡക്റ്റ്. അങ്ങനെ അത് എവിടെ എത്തിച്ചേരുന്നു? ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫലോപ്പിൻ ട്യൂബിൽ എത്തിച്ചേരുന്നു. ഫെർട്ടിലൈസേഷൻ ഇൻ ദി ഓവിഡക്റ്റ്. എന്നിട്ട് ആ ഓവിഡക്റ്റ് ചെന്നിട്ട് അവിടെ എന്ത് നടക്കുന്നു? ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പാർട്ട് വെയർ ദി ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഏത് ഭാഗത്ത് വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്? എവിടെയാണ്? ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർമേഷൻ ഓഫ് സൈഗോട്ട്. സൈഗോട്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ആൻസർ ഈസ് സൈഗോട്ട് ഈസ് ഫോംഡ് ഇൻ ദ ഓവിഡക്റ്റ് ബൈ ദ ഫ്യൂഷൻ ഓഫ് എ സ്പേം വിത്ത് എഗ്ഗ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ, സ്പേം എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് സൈഗോട്ട് ഫോം ചെയ്യുന്നത്. പേജ് നമ്പർ 119 റൈറ്റ് സൈഡിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഓൺലി വൺ ഓഫ് ദ സ്പേംസ് ദാറ്റ് റീച്ചസ് ദ ഓവം ഫ്യൂസസ് വിത്ത് ഇറ്റ്.
വൈ ഫൈൻഡ് ഇറ്റ് ഔട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു സ്പേം മാത്രമേ ഒരു ഓവമായിട്ട് ഫ്യൂസ് ചെയ്യുന്നുള്ളൂ. എന്തായിരിക്കും ഒരുപാട്, ഇപ്പം നമ്മൾ പറഞ്ഞു 400 ദശലക്ഷം സ്പേംസ് ആണ് വരുന്നത്. അതിനകത്ത് 100 എണ്ണമെങ്കിലും നമ്മുടെ ഓവിഡക്റ്റിനകത്ത് വരുന്നുണ്ടെങ്കിൽ പോലും ഒരെണ്ണം മാത്രമേ നമ്മുടെ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നുള്ളൂ. എന്തായിരിക്കും അതിന് കാരണം? ആൻസർ ഈസ് only one sperm fuses with the ovum because of a natural mechanism called the block to polyspermy, which ensures that only a single sperm fertilizes the egg. This is the crucial for proper development ആൻഡ് ക്രോമസോമൽ ബാലൻസ് എക്സെട്ര. അതായത് ഒറ്റ സ്പേം മാത്രമേ ഒരു ഓവമായിട്ട് ഫ്യൂസ് ചെയ്യത്തുള്ളൂ. ഈ ഒരു ഫിനോമിനൻ അല്ലെങ്കിൽ ഈ ഒരു മെക്കാനിസത്തിന് പറയുന്ന പേര് തന്നെ ബ്ലോക്ക് ടു പോളിസ്പേമി. പോളിസ്പേമിയെ ബ്ലോക്ക് ചെയ്യുന്നു. അതായത് ഒരുപാട് സ്പേം ഫ്യൂസ് ചെയ്യുന്നതിനെ ബ്ലോക്ക് ചെയ്യുന്നു. ഒരാൾ തന്നെ ഒരു സ്പേം തന്നെ ഉള്ളിൽ കടന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഓവം ഉണ്ടല്ലോ, ഓവത്തിൻ്റെ ആ ഭിത്തി അങ്ങ് നല്ല രീതിയിൽ അങ്ങ് കട്ടിയായിട്ട് മാറും. മറ്റുള്ള സ്പേം വേറെ ഒരു സ്പേമും അതിൻ്റെ ഉള്ളിൽ കയറാൻ അത് സമ്മതിക്കത്തില്ല. ഒരാൾ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ ആ ഒരു ഔട്ടർ കവറിങ് നല്ല കട്ടിയായിട്ട് അങ്ങ് മാറും. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ സിംഗിൾ സ്പേം ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഉള്ളിൽ കയറി ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള പ്രോപ്പർ ഡെവലപ്മെൻറ്റ് നടക്കുകയുള്ളൂ അല്ലേ. ഒരുപാട് സ്പേം ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ക്രോമസോമൽ ബാലൻസും നഷ്ടപ്പെട്ടു പോവും. നമുക്കറിയാം മെയിലിൻ്റെ ക്രോമസോമും ഫീമെയിലിൻ്റെ ക്രോമസോമും തമ്മിൽ ബാലൻസ് ആയി പോകണമെങ്കിലും ഈ രീതിയിൽ ഒറ്റ സ്പേമും ഒറ്റ ഓവം കൂടി ഫ്യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പ്രോപ്പർ ഡെവലപ്മെൻറ്റിനും ക്രോമസോമൽ ബാലൻസും ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഒറ്റയൊരു സ്പേം മാത്രമേ ഒരു ഓവമായിട്ട് ഫ്യൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അവിടെ ഒരു കുട്ടിയുടെ സംശയം ചോദിക്കുന്നുണ്ട്. ഈസ് ഇൻ ദ സൈഗോട്ട് എ സിംഗിൾ സെല്ല്, ഹൗ ഡസ് ഇറ്റ്സ് ബിക്കം എ മൾട്ടി സെല്ലുലാർ ബേബി? സൈഗോട്ട് എന്ന് പറഞ്ഞ ഒരു ഒറ്റ സെല്ലായിരുന്നല്ലോ. ഒരു സ്പേമോ ഒരു എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് ഒരു ഒറ്റ സെല്ലായിട്ടിരുന്ന സൈഗോട്ടിൽ നിന്നും എങ്ങനെയാണ് ഈ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള കുഞ്ഞായിട്ടത് മാറുന്നതെന്നാണ് കുട്ടിയുടെ സംശയം. നമുക്കത് പേജ് നമ്പർ 120 നൽകിയിട്ടുണ്ട്. നമുക്ക് പേജ് നമ്പർ 120 നോക്കാം. പേജ് നമ്പർ 120-കകത്ത് വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ടു ദി സൈഗോട്ട്, സൈഗോട്ടിന് എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. അതിനു മുൻപ് നിങ്ങൾക്ക് കുട്ടികൾക്കുണ്ടാകുന്ന ഒരു ഡൗട്ട് കൂടിയുണ്ട്. നമുക്ക് എങ്ങനെയാണ്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒറ്റ സ്പേമോ ഒറ്റ എഗ്ഗുമായിട്ട് മാത്രമേ ഫ്യൂസ് ചെയ്യുന്നുള്ളൂ, എങ്കിലേ നല്ല രീതിയിലുള്ള പ്രോപ്പർ ഡെവലപ്മെൻറ്റും ഗ്രോത്തും ഒക്കെ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ടിൻസ് ബേബീസ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഈ 3, 4, 5 ഒക്കെ കുട്ടികൾ ഉണ്ടാകുന്നതെന്ന് നമുക്കൊരു ഡൗട്ട്സ് വരും അല്ലേ. അപ്പോൾ നമുക്ക് ആ പിക്ചറിനകത്ത് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞ് കഴിയുമ്പോഴേ നമ്മുടെ സ്പേം എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പോഴേ സൈഗോട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ ഒരു പിക്ചർ കണ്ടില്ലേ. അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഒറ്റ സെല്ല് 2 ആയിട്ടും 4 ആയിട്ടും 8 ആയിട്ടും 16 ആയിട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഒരു ബേബി ആയിട്ട് അത് മാറുന്നത്. ഇങ്ങനെ ഈ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും രണ്ടായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ, രണ്ടായിട്ട് വേർവിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ അത് ടിൻസ് ബേബി ആയിട്ട് മാറും. അങ്ങനെയുള്ള ടിൻസ് ബേബീസ് ഐഡൻറ്റിക്കൽ ആയിരിക്കും, ഒരേപോലെയുള്ള ബേബീസ് ആയിരിക്കും. അവരുടെ ആ കുഞ്ഞുങ്ങൾ ഒരേപോലെ ഇരിക്കുന്നവരായിരിക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ചില സന്ദർഭങ്ങളിൽ ഒന്നിൽ കൂടുതൽ എഗ്ഗ് അല്ലെങ്കിൽ ഓവം റിലീസ് ചെയ്യും. ഒരു സമയത്ത് തന്നെ ഒന്നിൽ കൂടുതൽ ഓവം റിലീസ് ചെയ്യുന്നതിന് സാധ്യതയുണ്ട്. അങ്ങനെ ഒന്നിൽ കൂടുതൽ ഓവം റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെ 2 ഓവം റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ 2 ഓവവും 2 സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ അത് 2 ബേബീസായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുണ്ടാവുന്ന ടിൻസ് ബേബീസ് ഐഡൻറ്റിക്കൽ അല്ല, ഒരേപോലെ ആയിരിക്കില്ല. അവരെ നമ്മൾ ഫ്രക്റ്റേണൽ ടിൻസ് എന്നാണ് പറയുന്നത്. അതായത് ഒന്നുകിൽ അതൊരു ആണും ഒരു പെണ്ണും ആയിരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ അവർ രണ്ടും ഒരേ ജെൻഡർ തന്നെ ആയിരിക്കും, പക്ഷേ അവർ ഐഡൻറ്റിക്കൽ ആയിരിക്കുകയില്ല. അവർ രണ്ടുപേരും 2 വ്യത്യസ്ത ഫിസിക്കൽ രീതിയിലായിരിക്കും അവർ ഇരിക്കുന്നത്. കാണാൻ വ്യത്യസ്തമായിരിക്കും. അങ്ങനെ ഉണ്ടാവുന്ന ടിൻസുമുണ്ട്. ഇനി അതല്ല 3ഉം 4ഉം കുട്ടികൾ ഉണ്ടാവുന്നതുണ്ട്. അത് ഈ ഡിഫറൻസിയേഷൻ സമയം, അതായത് നമ്മൾ അത് കൂടുതലായിട്ടും ഉണ്ടാകുന്നത് എങ്ങനെ നടക്കുന്നതാണ്, ഈ IVF പോലെയുള്ള പ്രോസസ്സ് നടത്തിയിട്ട് ഒന്നിൽ കൂടുതൽ എഗ്ഗുകൾ ഒന്നിൽ കൂടുതൽ സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ടൊക്കെ 3ഉം 4ഉം കുട്ടികളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിനകത്തും 3 പേര് ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കും ഇരിക്കുന്നത്, ഒരാൾ വ്യത്യാസമായിരിക്കും, അതല്ലെങ്കിൽ 4 പേരും വ്യത്യസ്തമായിട്ടിരിക്കുന്ന രീതിയിലായിരിക്കും. അങ്ങനെയൊക്കെയാണ് കുട്ടികൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കിനി ഗ്രോത്ത് ഓഫ് ദി സൈഗോട്ട്, അപ്പോൾ നമുക്ക് ആ പിക്ചർ ഒന്ന് നോക്കാം. പിക്ചർ നോക്കിയിട്ട് അതിൻ്റെ ഓരോ ഗ്രോത്തും നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഓവുലേഷൻ ആണ്. ഓവുലേഷൻ എപ്പോഴാണ് നടക്കുന്നത്? ഡേ 14 28 ഡേ മെൻസ്ട്രൽ സൈക്കിൾ. നമ്മുടെ 28 ഡേ മെൻസ്ട്രൽ സൈക്കിളിനകത്തെ 14ാമത്തെ ദിവസം നടക്കുന്ന പ്രോസസ്സാണ് ഓവുലേഷൻ. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ഫെർട്ടിലൈസേഷൻ. ആ ഓവുലേഷൻ സമയത്ത് അവിടെ നിന്നുണ്ടായ ഓവം എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നതാണ് ഫെർട്ടിലൈസേഷൻ വിത്തിൻ 24 hours ഓഫ് ഓവുലേഷൻ. 24 or 72, നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞായിരുന്നു 72 hours ഉള്ളിൽ എന്ത് നടക്കണം, ഓവുലേഷൻ നടന്ന്
72 അവേഴ്സ് വരെ എന്തിനോ ആ എഗ്ഗിന് സർവൈവ് ചെയ്യുന്നുണ്ടെങ്കിലും ഓവുലേഷൻ കറക്റ്റായിട്ട് നടക്കേണ്ടത് അതിൽ 24 മണിക്കൂറിനുള്ളിൽ നടക്കുമ്പോഴാണ് നല്ല ആരോഗ്യമായിട്ടുള്ള ഒരു സൈഗോട്ട് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് സൈഗോട്ട് ഫോം ചെയ്യും അല്ലേ. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സൈഗോട്ട് ഫോം ചെയ്യുന്നു. സൈഗോട്ട് ബിഗിൻസ് ഡിവൈഡിങ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഗോട്ട് എന്ത് ചെയ്യാൻ തുടങ്ങുകയാണ്? ഡിവൈഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. നോക്കിയാട്ടെ, സൈഗോട്ട് ഡിവൈഡ് ചെയ്തു, അത് 2ആയിട്ട് ഡിവൈഡ് ചെയ്തു, അത് 4ആയി, അതിനുശേഷം അത് 16ആയിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. ആ സമയത്ത് അതിൻ്റെ പേര് കണ്ടോ? മോറുല. സൈഗോട്ടിന്റെ പേര് എന്തെന്നായി മാറി? മോറുല ഫോംഡ്. മോറുല ഫോംഡ് എന്ന് പറഞ്ഞാൽ ദ സൈഗോട്ട് ബിഗിൻസ് ഡിവൈഡിങ് ത്രൂ എ മൈറ്റോസിസ് ടു ഫോം എ ക്ലസ്റ്റർ ഓഫ് സെൽസ് കാൾഡ് മോറുല. അപ്പം നമ്മുടെ ഈ സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ട് മൈറ്റോസിസ് ഫോം ചെയ്യും. മൈറ്റോസിസ് ഒക്കെ നമ്മൾ നേരത്തെ ഇനിയുള്ള ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. മൈറ്റോസിസ്, മിയോസിസ് എന്നൊക്കെ പറഞ്ഞ് ഊനഭംഗം, ക്രമഭംഗം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ചുകൂടി നിങ്ങൾക്ക് ഡീപ്പായിട്ട് മനസ്സിലാകും. അങ്ങനെ ഒരു ക്ലസ്റ്റർ ഓഫ് സെൽസ് ആയിട്ട് ഫോം ചെയ്യുന്നതിന് പറയുന്ന പേരാണ് മോറുല. കണ്ടോ, അതൊരു 16ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റേജിന് പറയുന്ന പേര് കണ്ടോ? ബ്ലാസ്റ്റോസിസ്റ്റ്. ബ്ലാസ്റ്റോസിസ്റ്റ് ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മോറുല ഡെവലപ്സ് ഇൻ ടു എ ഹോളോ സ്ട്രക്ചർ കാൾഡ് ബ്ലാസ്റ്റോസിസ്റ്റ്. കണ്ടോ, നമ്മുടെ മോറുല എന്തായിട്ട് മാറി? ഒരു ഹോളോ സ്ട്രക്ചറായിട്ട് മാറി. അതിൻ്റെ കുറച്ച് സ്പേസ് ഒക്കെ ഉള്ള ഒരു ഹോളോ സ്ട്രക്ചറായിട്ട് മാറി. അതിന് പറയുന്ന പേര് ബ്ലാസ്റ്റോസിസ്റ്റ് എന്നാണ്. ഇനി നെക്സ്റ്റ് ഇംപ്ലാന്റേഷൻ ആണ് കേട്ടോ. ഇംപ്ലാന്റേഷൻ അല്ലെങ്കിൽ അത് എൻഡോമെട്രിയത്തിലെ ഇംപ്ലാന്റഡ് അയ്യലെ പറ്റി പിടിക്കാൻ തുടങ്ങുന്ന അവസ്ഥയാണ്. ദ ബ്ലാസ്റ്റോസിസ്റ്റ് റീച്ചസ് ദ യൂട്രസ് ആൻഡ് അറ്റാച്ച് ടു ദി തിക്കൻഡ് എൻഡോമെട്രിയം. നമ്മുടെ തിക്കായിട്ടിരിക്കുന്ന ആ എൻഡോമെട്രിയം, നമ്മുടെ യൂട്രസിന്റെ ഭിത്തിക്ക് പറയുന്ന പേരാണ് എൻഡോമെട്രിയം. ആ എൻഡോമെട്രിയത്തിൽ പറ്റിപ്പിടിച്ചത് അവിടെ എത്തി പറ്റിപ്പിടിക്കുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. ഇനി അത് അവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്തോളും? സക്സസ്ഫുള്ളി ഇംപ്ലാന്റേഷൻ മേക്സ് ദ ബിഗിനിങ് ഓഫ് പ്രഗ്നൻസി. അത് നല്ല രീതിയിൽ ഇംപ്ലാന്റേഷൻ നടന്ന് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തു. ഇനി അത് ഒരു ബേബിയായിട്ട് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത പാർട്ടിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ പഠിച്ചതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോകൾ പെട്ടെന്ന് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്